ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും പ്രിയമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച. ഇന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ശിഷ്യന്മാർ അടുത്ത് വന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ അവർക്കൊരു താല്പര്യം, അവർക്കും പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് കർത്തൃപ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ നേരിട്ട് വിളിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം ദൈവം തമ്പുരാൻ കൊടുക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. എന്താണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ നാമം ഉരുവിടുമ്പോൾ അത് പരിശുദ്ധമായി ഉരുവിടാൻ കഴിയണമെങ്കിൽ ആ പരിശുദ്ധിയുടെ ഒരു അംശം നമ്മളിലുണ്ടാകണം. അതുകൊണ്ടാണ് നാം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിന്റെ നാമം പരിശുദ്ധമാകുവാൻ തക്കവണ്ണം എന്നെ വിശുദ്ധനാക്കണമേ എന്ന്. അതാണ് നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അടുത്തത്, നിന്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരണമേ. അല്ലെങ്കിൽ നിന്റെ രാജ്യം എത്രയും പെട്ടെന്ന് കടന്നു വരണമേ. എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ നോക്കി പാർക്കുന്നത്, ആ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെ ഏറ്റവും പെട്ടെന്ന് അടുപ്പിക്കണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവമേ, നീ എന്താണോ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നാളത്തേക്ക് വേണ്ടിയുള്ള ആഹാരത്തെയല്ല ചോദിക്കുന്നത്, ഇന്ന് അന്നത്തേക്ക് വേണ്ടിയുള്ള ആഹാരത്തെയാണ് ഞാൻ ചോദിക്കേണ്ടത്. ഇവിടെ പഠിപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. നാളെപ്പറ്റി വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളിതാ ഞങ്ങളോട് തെറ്റ് ചെയ്തു പോയിട്ടുള്ളവരോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് രക്ഷിക്കണമേ. ശത്രുവിൻ്റെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ശത്രു ഞങ്ങളെ ഒരിക്കലും ജയം വരിക്കുവാൻ ഇടവരരുതേ. ഇതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വിജയം കൈവരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരും പിതാക്കന്മാരുമെല്ലാം നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? പരിശുദ്ധനായ പരിമളത്തിന്മേനി ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാക്കി നാം മാറ്റണം. പിതാക്കന്മാരുടെ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പ്രകാരം ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി തീരുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം, നിന്റെ രാജ്യം കടന്നു വരുവാൻ തക്കവണ്ണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ ലഭിച്ച് നിന്നിൽ നിന്ന് ക്ഷമ പ്രാപിക്കുവാൻ തക്കവണ്ണം, ശത്രുവിൻ്റെ എല്ലാ പരീക്ഷകളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നാളെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.